പ്രിയപ്പെട്ടവരെ നമസ്കാരം. സരിതര കാതിൽ ഒരു കമ്മലുണ്ട്, ജിമിക്കി. അപ്പോൾ ഈ ജിമിക്കി കണ്ട, ഇതിൻ്റെ ഈ അടിയിലിട്ട് കൊണ്ടത് കണ്ട മണികളുണ്ട, കിളിങ്ങണ്ട, ഈ സാധനങ്ങൾ ഇത് തന്നെയാണ് പൊള്ള എന്നാണ് പറയുക. പൊള്ള. ഈ സാധനം ഉള്ളിൽ എന്താ പറയുക, കട്ടി സ്വർണ്ണമല്ല, ഒരു എന്താ പറയുക, ഒരു കുമിള പോലെയുള്ള സാധനമാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിത് കാണിക്കാൻ പോണത്. നമ്മളിപ്പോൾ സ്വർണം ഈ മൂശയിൽ ഉരുക്കി ഒഴിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ഉരുക്കി അത് മറ്റേ ഇങ്ങനെ കമ്പികളാക്കാൻ പോകണം ആദ്യം തന്നെ. അപ്പോൾ അത് ഉരുക്കിയിട്ട് ഇങ്ങനെ ഒരു മറ്റേ ഇരുമ്പിൻ്റെ ചാലുകളുണ്ട്, എണ്ണയൊക്കെ സാധാരണ എണ്ണ ഒഴിച്ചിട്ടുള്ള ചാല്, അതിലേക്ക് ഒഴിച്ചു. അത് ചൂടാറി കഴിയുമ്പോൾ അത് ചൂടാറില്ല, അപ്പം എടുക്കത് നല്ല ചൂടായിരിക്കും. ഇത് കണ്ട, അതിൻ്റെ ചുവപ്പ് കളർ വിട്ട് പോകണമെങ്കിൽ അല്പസമയം പിടിക്കും. ഇതെടുത്തിട്ട് വെള്ളത്തിൽ മുക്കി പിന്നെ ഈ കമ്പി പിടിക്കുന്ന മെഷീനുണ്ട്, അതിൽ ഇത്തിരി നീളം കൂട്ടും. എന്നിട്ടത് കാച്ചും. കാച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുപ്പിക്കുക. പഴുപ്പിച്ചിട്ട് അതിന് ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. ഇനി ഇത് വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും നീളം കൂട്ടും. നീളം കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം കൂട്ടിയിട്ട് അത് തകിടാക്കണം. അത് ഞാൻ പല വീഡിയോകളിലും കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. അത് ഇങ്ങനത്തെ തകിടാക്കി മാറ്റുന്നത്. തകിടാക്കി മാറ്റിയ സാധനം ഒരു ഒന്നുകൂടി കാച്ചും, കരിയിലിട്ട് കാച്ചും. അതാണിപ്പോൾ കാണിക്കുന്നത്. ഇതാണ്ട, ഇങ്ങനത്തെ തകിടാക്കി മാറ്റി നല്ല ഭംഗിയുള്ള തകിട്. ഇനി അത് നിവർത്തും. അത് നല്ല എന്താ പറയുക, ഒരു 3-4 വരിയായിട്ട് മാറ്റിയിട്ട് വെട്ടാനുള്ള പരിപാടിയാണിത്. നല്ല നീളം, കുറേ പൊള്ളി ഉണ്ടാക്കണമെങ്കിൽ നല്ല നീളം വേണം. ഇനി തോത് കത്ര എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കണ്ട, അതിൽ ഒരേ അളവിൽ ഏത് വലിപ്പത്തിലുള്ള പൊള്ളയാണ് പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അളവിലാണ് ഇത് വെട്ടുക. അതൊരു കിണ്ണത്തിരിക്കാണ്ട് വെട്ടിയിരുന്നു. ഒരു 3-4 ഒരുമിച്ച് പിടിച്ചിട്ടാണ് വെട്ടുക. ഉണ്ടാക്കുന്നതിലേക്ക് ഒരേ അളവിലായിരിക്കും ഒക്കെ. ഇതാണ് പോത്തും കൊമ്പ്. ഈ പോത്തും കൊമ്പുമ്പോൾ കുറേ കുഴികൾ കാണാം. ഇത് ഓരോ പൊള്ളകളുടെ അളവിനനുസരിച്ചുള്ള, അതായത് ഈ മുത്തുകളുടെ അളവിനനുസരിച്ചുള്ള കുഴികളാണ്. ഏത് അളവിലാണ് പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കുഴിയാണ് എടുക്കുക. ചിലതൊക്കെ വലിയ കുഴികളുണ്ട്, അതൊക്കെ അപൂർവ പണിയുള്ള. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഒരു കുഴി തിരഞ്ഞെടുക്കും. ഇനി ആ കൊമ്പ് ഇങ്ങനെയുണ്ട്, ഒരു മുട്ടീമ വയ്ക്കും. അതിൻ്റെ മുന്നിൽ ഒരു തകരപ്പാട്ട വയ്ക്കും. പിന്നെ വേണമെന്നില്ല, ഒരു പാത്രം. അപ്പുറത്തത് കുറേ എണ്ണം വെട്ടി ഇതാകുമ്പോഴാണ് ഇപ്പുറത്തേക്ക് കൊടുക്കുക. ഈ പോത്തും മുമ്പിലിട്ട് കുഴിക്കുക എന്ന് പറയാം. അത് ശ്രദ്ധിച്ച് വെട്ടണം കേട്ടോ, അല്ലെങ്കിൽ നാശവും ചതയും. ഇതേപ്പോൾ ആൾക്ക് കൊടുക്കും. അപ്പോൾ അത് ഈ ഒരു പാത്രത്തിലിട്ടൊന്ന് കിലുക്കും. കാരണം അത് ചിലത് ഇങ്ങനെ കട്ട കുത്തിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഒന്ന് കിലുക്കും. ഇനി ഇതിൽ നിന്ന് കുറച്ചെണ്ണം എടുക്കും. അതായത് ഒരു 3-5-6 എടുക്കും. എടുത്തിട്ട് ഈ ഏത് അളവുള്ള പൊള്ളയാണ് അതിൻ്റെ കുഴി അതിലിട്ടിട്ട് ഇതൊന്ന് കുഴിക്കും. ആ കുഴിക്കുന്ന സാധനങ്ങളില്ലേ, ഒരു ഇരുമ്പിൻ്റെ ഒരു ഉളി പോലത്തെ സാധനം, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അടിവശത്ത് ഈ കുഴിയുടെ പോലത്തെ ഒരു ഉണ്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ ശരിക്ക് അതിൽ കുഴിച്ച് അതിനെ എന്താ പറയുക, നമ്മുടെ ഒരു പാത്രക്കില്ല, പിഞ്ഞാണം പോലെയില്ല, എന്താ പറയുക, ഒരു കോപ്പ പോലെയാക്കും കുഴിഞ്ഞ സാധനം. എന്നിട്ട് ആ പാത്രത്തിൽ ഇടും.
ഇതിൽ കുഴിച്ചിടുന്നത് കേട്ടോ. പൊള്ളയ്ക്കുള്ളത് കുഴിച്ചിടുക എന്ന് പറയും, നടുകുഴിഞ്ഞ സാധനം. ഇനി അങ്ങനെ അത് കുറേ ഇങ്ങടാക്കും. അങ്ങനെ കുറേ ആയി. ഇനി ഇതൊരു സ്റ്റൂടുമേ കുറേ മലർത്തി വയ്ക്കും. എല്ലാം വേറിട്ട് മലർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരെണ്ണം കമത്തി വയ്ക്കും. ശരിക്കും നമ്മുടെ ഈ കക്കേര പോലെ, കക്കിയില്ലേ അപ്പുറത്ത് തോട് പോലെ, അതുപോലെയൊക്കെ മാറ്റും. ഒരെണ്ണം മലർത്തി വയ്ക്കും, ഒരെണ്ണം കമത്തി വയ്ക്കും. അപ്പോൾ അത് പണിയുണ്ട്, മെല്ലെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരെണ്ണാണ് ഒരു പൊള്ളാട്ടാ, എന്താ പറയുക, ഒരു കക്കത്തോട് ഒരു പൊള്ള. ഇനി ഒരു തകിട് എടുക്കും, കണ്ട ഇങ്ങനത്തെ ഒരു തകിട്. ഈ തകിടിലാണ് ഈ സാധനം പിടിച്ചെടുക്കുക. എന്നിട്ട് അതിന് മുന്നിൽ ഒരു മാർബിളിൻ്റെ ഒരു കഷ്ണം ഉണ്ടാകുമ്പോൾ ഒരു ചാലുണ്ടാവും. ഇനി ഈ തകിട് കൊണ്ട് ഈ ഒരെണ്ണം എടുക്കും, അതിനുവേണ്ടി ഇതിലിട്ടൊന്ന് വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരയ്ക്കും. അതായത് ഒരു ചെറിയൊരു പിടുത്തം വരാൻ തന്നെ, അല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ വിട്ടുപോരില്ല. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഓരോന്നാക്കി ഇങ്ങനെ ഇടും. കുറേ പൊള്ള പണി, ഇനി കുറേ സമയം വേണം. ഇനി ഒരു കമ്പി, ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെ കമ്പി എടുത്തിട്ട് ഇങ്ങനെ ഒരു ഓട്ട കേടാ, ആ തിരിച്ച് ഒരു ചെറിയൊരു ഓട്ട ഉണ്ടാക്കും. അതിനി വേറൊരു ഇരുമ്പിൻ്റെ കമ്പിയുമേ ചുറ്റും. ഇത് സാധാരണ ഇരുമ്പിൻ്റെ കമ്പിയാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തും ഇങ്ങനത്തെ ഈ കമ്പീനെ ചുറ്റി ഉറപ്പിക്കണം. ആ ഓട്ടയിലാണ് ശരിക്കും നമുക്ക് ഈ പൊള്ളേര, അതായത് ഈ മറ്റേ കക്കര തോട് പോലുള്ള സാധനമില്ലേ, അതെടുത്ത് വയ്ക്കാനാണ് കറക്റ്റ് ഇതായിരിക്കണം. രണ്ട് സൈഡിലും ചുറ്റി ഉറപ്പിക്കണം. അപ്പോൾ ആ ഓട്ട കണ്ട ഓവൽ ഷേപ്പാണ് ശരിക്കും. അതിനെ ഒന്ന് കറക്റ്റ് ആ പൊള്ളേര ഇതുപോലത്തെ അളവുള്ളതാക്കാനായിട്ട് കറക്റ്റാക്കണം. വേറെ കമ്പി, ഒരു ഇരുമ്പിൻ്റെ കമ്പി അതിൻ്റെ ഉള്ളിലൂടെ കടത്തിയിട്ട് അതിൻ്റെ ഷേപ്പ് കറക്റ്റാക്കണം. ഇപ്പോൾ ഷേപ്പ് കറക്റ്റായി. രണ്ട് സൈഡും കണ്ട. ഇനി പൊള്ള ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ അത് മറ്റേ എന്താ പറയുക, തീ കത്തിക്കാൻ പോണ്. ഗ്യാസിലാണ് ചെയ്യുന്നത് കേട്ടോ. മുന്നിലെ തകരപാത്രം കമത്തി വെച്ചു. ഭയങ്കര തീ പാടില്ലിന്. നമുക്ക് നിത്യം പരിചയിച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് കമ്പിന്ന് ഈ ഓട്ട കുത്തി കമ്പി അതൊന്ന് ചൂടാക്കും വെറുതെ. പിന്നെ പൊള്ളാക്കേണ്ട സാധനം എടുത്തിട്ട് തകിടുമ വെച്ചു. തകിടുമെന്ന് പറഞ്ഞ് തകരപ്പാടര മുകളിൽ കമത്തി വെച്ചു. അതിൻ്റെ മുകളിൽ ഈ ഇരുമ്പിൻ്റെ കമ്പിമേ ഓരോന്നെടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് തീരിക്ക് കാണിക്കും. അത് കറക്റ്റ് സമയത്തിൽ വയ്ക്കാൻ പാടില്ല. അത് നിത്യമായിട്ടുള്ള പരിചയം കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ഒരു സ്വല്പ സമയം കൂടുക, അല്ലെങ്കിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുകി പോവും, കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളയാവില്ല. കണ്ടാ, ഇനി ആ പൊള്ളകളായിട്ട് ആയിരിക്കേണ്ടി വരും. ഇതിപ്പോൾ നല്ല ഭംഗിയുള്ള ഷേപ്പാവില്ല, വൃത്തി ഉണ്ടാവില്ല, അതിന് ഭംഗി ഉണ്ടാവില്ല. അപ്പം അതിനെ വീണ്ടും ഒരേ അളവുള്ളതാക്കണം. ഇനി അപ്പം ഇങ്ങനെയാണ് പൊള്ളപ്പണി. ശരിക്കും എടുത്ത് വയ്ക്കും. ചിലതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉരുകി പോട്ടാ, ശ്രദ്ധ തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാം. അല്ല ചിലത് കറക്റ്റായിട്ടത് എന്താ പറയുക, പിടിച്ചില്ലെങ്കിൽ.
ശരിക്കും നല്ല ഉരുളകളായിരിക്കില്ല. അതെ, ഇനി അതിനെ ഒരേ അളവുള്ള ഷേപ്പിലാക്കാൻ ഇങ്ങനത്തെ ഒരു ചാലുണ്ട്, മറ്റേ പൊള്ള കടയണ ഇത് അച്ച്, അത് പൊള്ള കടയിന ഈ മിഷയുണ്ട്, അരിക്കേണ്ട അടുത്ത് വയ്ക്കും, അത് തിരിക്കും. വല്ലാണ്ടിട്ട് തിരിക്കാൻ പാടില്ല, ആ തിരിക്കണതിനൊരു കണക്കുണ്ട്. എന്നിട്ട് ഇപ്പോൾ ആ കിണ്ണത്തിലുള്ളത് കറക്റ്റ് ഒരേ അളവുള്ള പൊള്ളയിട്ട് മാറും. അത് ചാല് കണ്ട, ആ ചാല് ആ അളവിനുള്ള പൊള്ള വരെ ചാലാണ്. എല്ലാ ചാലിലും ഒരുമിച്ചിട്ടാക്കില്ല, സൗകര്യം ഒരു ചാലിൽ മാത്രം ആക്കണം നല്ലത്. ഒരേ ഷേപ്പുള്ളത്. അപ്പോൾ നല്ല ഫിനിഷിങ്ങും ആയിരിക്കും കാണാനായിട്ട്, ഒരു പ്രത്യേക തിളക്കം വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ബ്ലാക്ക് കളറിലാണ് പൊള്ള കിട്ടുക. ഇനി ഇതിനെ ചെയിനുമ്മലും കമ്മലുമ്മലൊക്കെ വെച്ചിട്ട് അതിനെ കളറാക്കുമ്പോഴാണ് ഈ സ്വർണത്തിൻ്റെ കളറായിട്ട് വരാം കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്നത് ഇങ്ങനെ പൊള്ള പണന്നിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്, ഈ ഇതിൻ്റെ കളർ മാറ്റുന്നതും കാര്യങ്ങളൊക്കെ, ഒറിജിനൽ കളറാവുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പൊള്ളി ഉണ്ടാക്കുക. അപ്പോൾ പൊള്ള എങ്ങനെയാണ് പണിയണമെന്ന് എല്ലാവരും കണ്ടില്ലേ. പിന്നെ ഈ കമ്മലിന് ഒരു ചെറിയൊരു കുഞ്ഞൊരു കഥ ഉണ്ടിട്ട് പറയാം, ഇവിടെ എത്തിപ്പെട്ട എൻ്റെ ഒരു കഥ. ഈ കമ്മല് എന്ന് പറയണത് എൻ്റെ ആൻറ്റിയുടെ മോളുണ്ട്, നീതുവിൻ്റെ കമ്മല. നീതുവിന് കല്യാണത്തിന് എടുത്തിട്ടുള്ളത് ഒരു 11 കൊല്ലം മുന്നേയിരുന്നു നീതുവിൻ്റെ കല്യാണം. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ളതാട്ടാ കടയിൽ നിന്ന്. 25% ഈ കമ്മലിൻ്റെ പണിക്കൂലി. നമുക്ക് എപ്പോഴും ഇപ്പോൾ കടയിൽ നമുക്ക് ശതമാന കണക്കായിരിക്കും പറയാം. അപ്പോൾ കുറേ പേർക്ക് മനസ്സിലാവില്ല. 25%, അതായത് 1 ഗ്രാമിന് 5000 രൂപയാണെങ്കിൽ 5000 × 25/100 ആണ് 1 ഗ്രാമിൻ്റെ കൂലി കിട്ടുക. അപ്പോൾ ഇത് 2 പവനായിരുന്നു, അതായത് 16 ഗ്രാം. അപ്പോൾ എത്ര കൂലി തന്നെ എത്ര പോയി എന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ടാക്സ് വേറെ അങ്ങനെ കൊടുത്തിട്ട്, അതായത് ഈ കമ്മൽ അത്രയ്ക്കും അവൾക്ക് അന്ന് ഇഷ്ടമായിട്ട് എടുത്തതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് ഒരു കൊല്ലായി ഉണ്ടാവും അല്ലേ ഇത് വിട്ടിട്ട്? ഒരു കൊല്ലം 2 കൊല്ലാന്ന് തോന്നുന്നു. അവൾക്ക് ഒരാവശ്യം വന്നപ്പോൾ അവളുടെ സ്വർണ്ണങ്ങളൊക്കെ വിറ്റ കൂട്ടത്തിൽ ഇതും വിൽക്കുകയാണ്. അപ്പം ഇത് എന്നോട് കുറേ പറഞ്ഞു. അവൾ ഈ കമ്മൽ ശരിക്കും പറഞ്ഞാൽ ഇട്ടിട്ട് എന്നിലധികം. അപ്പോൾ ഞാനാണ് ഇടയ്ക്ക്, എനിക്ക് അന്ന് ഈ കമ്മൽ, ഞാനും അന്ന് പോയിട്ടുണ്ടായിരുന്നു കടയിലേക്ക് ഈ സ്വർണ്ണങ്ങൾ എടുക്കാനായിട്ട് പോകുമ്പോൾ. അപ്പോൾ എനിക്ക് അന്ന് ഈ കമ്മൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണ് പിന്നെ അവളുടെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് വല്ല കല്യാണങ്ങൾക്കൊക്കെ ഇത് വാങ്ങിയിടാറുള്ളത്. അപ്പം ഇത് ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ചിടാറ്. എനിക്കിഷ്ടമാണെന്ന് അവൾക്ക് അറിയാതെ, കാരണം ഇത് കൊടുക്കേണ്ട സമയം ഇപ്പോൾ അവൾ എന്നോട് പറഞ്ഞു. ആൻറ്റിയും പറഞ്ഞു, ആൻറ്റി കുറേ പറഞ്ഞു, ഇത് നീ വാങ്ങിച്ചോടി സരിതേതോ, നീ വാങ്ങിച്ചോടി, ഇത്രയും കൂലി കൊടുത്ത് വാങ്ങിയ സാധനം വെറുതെ ഉരുക്കാനായിട്ട് തോന്നണില്ല, നീ വാങ്ങിച്ചോ. അപ്പം ഇതിന് ഇത്ര പൈസ എവിടെ നിന്നാ ആൻറ്റി, എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണ്ടാന്ന് ഒഴിവാക്കി. പക്ഷേ ആൻറ്റി ഇങ്ങനെ കുറേ വട്ടം പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങൾ, പാദസരം, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ പണയം വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ. എന്നിട്ട് തിരിച്ച് നമുക്ക് അത് എന്തായാലും സ്വർണം വാങ്ങി വെക്കുക എന്ന് പറയുമ്പോൾ അതൊരു അസറ്റാണല്ലോ. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം ഇനി കടയിൽ നിന്ന് എടുക്കുകയോ പണിയിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കൂലി കൊടുക്കണം. അന്നത്തെ സ്വർണത്തിൻ്റെ വിലയിൽ ഇന്നത്തെ. അപ്പോൾ ദിവസങ്ങൾ കഴിയും തോറും ഈ ശതമാനം ആയ കാരണം കൊണ്ട് ഫിക്സ്ഡ് അല്ലല്ലോ കൂലി. സ്വർണത്തിന് വില കൂടുന്നതനുസരിച്ച് കൂലിയും കൂടും, ടാക്സും കൂടും, ഒക്കെ ശതമാനമാണല്ലോ. അത് കാരണം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങളിത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ സ്റ്റഡ് അവളെടുത്തു. അവളുടെ കയ്യിൽ വേറൊരു സ്റ്റഡ്, ഇതിൻ്റെ ഒരു ചെറിയ സ്റ്റഡായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ വേറൊരു കമ്മലുണ്ട്, അതിന് ആ സ്റ്റഡ് മാച്ചാ. അപ്പോൾ അവൾ അത് എടുത്തു. അപ്പോൾ ജിമിക്ക് മാത്രമാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇവിടെ ഇരുന്നു കുറേ, ഈ 1 കൊല്ലത്തോളം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ കമ്മൽ. ഇപ്പോഴാണ് ഈ കമ്മൽ, ഇന്നാള് ഞാൻ പാപ്പനോട് പറഞ്ഞു, സജീവൻ്റെ അടുത്ത് പറഞ്ഞു, പാപ്പന എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കമ്മൽ ജിമിക്കിരിക്കുന്നുണ്ട്, ഇതിന് പറ്റിയൊരു സ്റ്റഡ് എനിക്ക് തരുമെന്ന് ചോദിച്ചു. ഒരു മുട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പാപ്പൻ പറഞ്ഞു, ജിമിക്കാണെങ്കിൽ അതിനെ ജിമിക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ചേച്ചി ഇതിന് ഏതെങ്കിലും ഒരു മുട്ട് കമ്മൽ ഇട്ടാലൊന്നും ശരിയാവില്ല, ഇതിന് യോജിക്കണം, എന്നെ ഇടണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഭംഗി പോവും. ജിമിക്ക് ഇങ്ങോട്ട് തന്നെ ഞാൻ ഇതിനെ പറ്റിയ സ്റ്റഡ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് അങ്ങനെ പാപ്പൻ ഉണ്ടാക്കി തന്നതാണ്. ഇതിൻ്റെ ഒറിജിനൽ സ്റ്റഡിനേക്കാൾ എത്ര ഭംഗിയാണെന്നറിയോ ഈ കമ്മലിന്, ഇതിൻ്റെ കമ്മൽ
അങ്ങനെ നല്ല കമ്മല് പാപ്പന ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനെ ഉരുക്കി പോകേണ്ട ഒരു സാധനം ഇവിടെ എത്തിപ്പെട്ട് ഇങ്ങനെ വീഡിയോ നീതുവിന് കാണുമ്പോ ചിലപ്പോ വിഷമാവും. കല്യാണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇതിനെ പൊള്ളാന്ന് പറയാന്ന് മനസ്സിലായി. നമ്മൾ ഇതിനെ മണികൾ എന്ന് പറയാം, ചില സ്ഥലങ്ങളിൽ മുത്തുകൾ എന്ന് പറയും. ആ മുത്തിടാൻ പറയും. കൂടുതൽ മുത്തുള്ളത് വേണ്ടേ എന്ന് പറയും. സ്വർണത്തിന്റെ മുത്തുകള് അങ്ങനെ പറയുന്നവരുണ്ട്, മണികൾ എന്ന് പറയുന്നവരുണ്ട്. ഞങ്ങള് സ്വർണ്ണപ്പണിക്കാര് പൊള്ളാന്ന് പറയും. ഉള്ളു പൊള്ളയത് കൊണ്ടാണ് ഈ പൊള്ള. അതന്നെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.